അരുണെ, മറ്റൊരു കാര്യം, ഈ 12 വയസ്സുള്ള കുഞ്ഞ്, അപ്പോൾ 12 വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ അതും ചെറിയ കുഞ്ഞാണ്. അപ്പോൾ ഈ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെയൊക്കെ എടുക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ എടുക്കുകയൊക്കെ വേണം. അതുകൊണ്ട് തന്നെ മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ മാത്രമായിരിക്കും പല വീടുകളിലും ഈ ഏജിലൊക്കെയുള്ള കുട്ടികൾ, മുതിർന്ന കുട്ടികൾ ചെറിയ കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ അതിനൊരു ഗൈഡൻസ് ഒക്കെ കൊടുത്തായിരിക്കും. അപ്പോൾ മുൻപും ഇതേപോലെ ഈ കുഞ്ഞിനെ ഈ കുട്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ? അല്ല, പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ ചെയ്യാത്ത ഒരാൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയതാണോ എന്നുള്ള ഒരു സംശയം തോന്നിയതുകൊണ്ട് ചോദിച്ചതാണ്. ക്രിസ്റ്റീന, ഇതിനു മുമ്പൊന്നും അങ്ങനെ ഒരു ശ്രമം നടന്നതായൊന്നും പോലീസ് പറയുന്നില്ല. എന്നെങ്കിലും അത്തരം വിവരങ്ങളൊന്നും പോലീസ് ഇപ്പോഴെന്തായാലും പങ്കുവെക്കുന്നില്ല. ഇതിനു മുമ്പ് അത്തരം എന്തെങ്കിലും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അക്കാര്യത്തിൽ പോലീസാണ് ഒരു വ്യക്തത വരുത്തേണ്ടത്. ഇത് എന്തായാലും ഇപ്പോൾ അത്തരം വിവരങ്ങളൊന്നും എന്തായാലും പോലീസ് പങ്കുവെക്കുന്നില്ല. ഇതാദ്യമായിട്ടാണ് ഇത്തരം ഒരു ശ്രമം നടന്നത്. സ്വാഭാവികമായും ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു മാനസികാവസ്ഥ ഉണ്ടായിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാതെ ഇത്തരമൊരു ഒരു കുറ്റകൃത്യത്തിലേക്ക് ആ കുട്ടി കടക്കില്ല. സ്വാഭാവികമായും ഇത്തരം എന്തെങ്കിലും ഒരു മാനസികാവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ടാകാം. അതെന്താണ് എന്ന കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത്. ആ കാര്യത്തിലൊക്കെ പോലീസ് ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ ഒരു വിശദീകരണം നൽകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനു മുമ്പ് എന്തെങ്കിലും ഇത്തരം ശ്രമങ്ങളോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളോ ഈ കുഞ്ഞിനോട് എന്തെങ്കിലും ദേഷ്യം എന്ന രീതിയിൽ തോന്നുകയോ അത്തരത്തിൽ ചെയ്തതായി എന്തായാലും ഇപ്പോൾ ഈ അന്വേഷണത്തിൽ പോലീസിന് എന്തായാലും അത്തരത്തിൽ വിവരങ്ങളില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ മാതാപിതാക്കളുടെയൊക്കെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അവരും ആ രീതിയിൽ എന്തെങ്കിലും ഒരു വിവരം ഇതുവരെ പോലീസിനോട് പങ്കുവച്ചിട്ടില്ല. അവർക്കും സ്വാഭാവികമായും ഞെട്ടലുണ്ടാകാം. പക്ഷേ പോലീസിന് ഇത് ആദ്യഘട്ടത്തിൽ മുതൽ ഇതിലൊരു സംശയമുണ്ടായിരുന്നു. ഇതിൽ ഈ കുടുംബം കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു പോലീസിൻ്റെ അന്വേഷണം. അത് പുറത്തുനിന്ന് ഒരുപക്ഷെ ആരെങ്കിലും വന്ന് ഈ കുഞ്ഞിനെ എടുത്ത് ഈ കിണറ്റിലേക്ക് എറിഞ്ഞതാകാം എന്ന തരത്തിലുള്ള സംശയങ്ങളൊക്കെ നമുക്ക് സ്വാഭാവികമായും ആദ്യമുണ്ടാകാം. പക്ഷേ അടച്ചിട്ടിരുന്ന വീട്ടിൽ അത് തുറന്ന് അങ്ങനെ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുക എന്നുള്ളത് അത് പ്രായോഗികമല്ല. അതങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ അത്തരം ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന ആരെങ്കിലും ആയിരിക്കാം ഇതിന് പിന്നിൽ എന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തി. അതിനാണ് ആ ക്വാർട്ടേഴ്സിലുണ്ടായിരുന്ന ഈ കുഞ്ഞിൻ്റെ അമ്മ, അച്ഛൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയത്. അപ്പോഴും ഈ 12 വയസ്സുള്ള കുട്ടി ഉണ്ടായിരുന്നു. 12 വയസ്സുള്ള കുട്ടിയും ഈ വനിതാ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ കുട്ടിയുടെയും മൊഴി വിശദമായി രേഖപ്പെടുത്തി. ആ ഘട്ടത്തിലാണ് നേരത്തെ ഉണ്ടായിരുന്ന അയൽവാസിയുടെ ഉൾപ്പെടെ മൊഴി, സാഹചര്യം, ഇന്നലത്തെ രാത്രിയിലെ സാഹചര്യം, ഈ കുട്ടി മാത്രമാണിത് ഈ കാണാതായത്, മിസ്സിംഗ് ആദ്യം ശ്രദ്ധയിൽപ്പെടുത്തിയതെന്ന് പറഞ്ഞ മൊഴി ഉൾപ്പെടെയുള്ള ചില സംശയങ്ങൾ, ആ സംശയങ്ങൾ പോലീസ് വിപുലീകരിച്ചെടുത്തു. അതിൽ മറ്റ് ചില മൊഴികൾ നിർണായകമായി. അങ്ങനെ ഈ കുട്ടിയെ വിശദമായൊരു ചോദ്യം ചെയ്യലിലേക്ക് കടന്നപ്പോൾ അതിൽ കൃത്യമായൊരു വ്യക്തത, അതിൻ്റെ ഈ സംഭവത്തിലൊരു ചിത്രം പോലീസിന് മുന്നിൽ തെളിഞ്ഞു വന്നു. അങ്ങനെയാണ് പോലീസിൻ്റെ തുടർ നടപടികളിലേക്ക് കടന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അറിയേണ്ടത് എന്താണ് ഈ കുട്ടി ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാരണം തന്നെയായിരിക്കും, അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ വന്നതിനെ തുടർന്നുണ്ടായ കാരണമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന കാര്യത്തിലൊക്കെ പോലീസാണ് അതിലൊരു സ്ഥിരീകരണം നൽകേണ്ടത്. നമ്മുടെ അനുമാനങ്ങൾക്കൊന്നും അതിലിടമില്ല. കൃത്യമായി പോലീസ് സ്വാഭാവികമായും 12 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നതിൽ സ്വാഭാവികമായും അതിന് താമസമുണ്ടാകും. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇവിടെയുണ്ട്, അവരുടെയൊക്കെ സാന്നിധ്യമുണ്ട്. മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ആ തുടർ നടപടികൾ, എന്താണ് കാരണം എന്നതിനെ സംബന്ധിച്ചൊക്കെ പോലീസ് അല്പസമയത്തിനകം ഒരു വ്യക്തത തരും. ക്രിസ്റ്റീൻ, അത് തന്നെയാണ്. തുടർ നടപടികൾ എന്താണെന്നുള്ള കാര്യത്തിലേക്ക് ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഈ കുഞ്ഞിനെ ഉടൻ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നടപടികളിലേക്ക് ഇനി എപ്പോഴായിരിക്കും ഇവർ കടക്കുക? വളരെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണല്ലോ അരുണിത്. കീർത്തന, അത്തരം നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വളപട്ടണം SHO ആണ്. SHOയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ്. അവർ ഉൾപ്പെടെയുള്ള മറ്റ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെയുണ്ട്. തുടർ നടപടികളെ സംബന്ധിച്ച് അവർ നേരത്തെ തന്നെ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ ആലോചിച്ച് തുടർ നടപടികൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്ന് സംബന്ധിച്ച് അവർ ഒരു വ്യക്തതയിൽ എത്തിയിട്ടുണ്ടെന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന. അല്പസമയത്തിനകം അത്തരം നടപടികളിലേക്ക് കടക്കും എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസിൻ്റെ അന്വേഷണം കൃത്യമായ രീതിയിൽ തന്നെയായിരുന്നു. രാവിലെ തന്നെ, അതായത് പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ
പോലീസിന് തോന്നിയ സംശയം ആ സംശയം വിപുലീകരിച്ച് നടത്തിയ അന്വേഷണം അതിനൊടുവിലാണ് ഇപ്പോൾ ഈ ശരി അരുൺ, കൂടുതൽ വിശദാംശങ്ങളുമായി എത്തുക. ആരുടെയെങ്കിലും വളരെ വ്യക്തമായ പ്രതികരണങ്ങൾ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതുമായി ഞങ്ങളോടൊപ്പം ചേരുക.